Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുപത്ലു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ലക്ക്. എന്റെ ആശംസകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നന്നായിട്ട് ജോലി ചെയ്യൂ, നാട് മുഴുവനും പ്രശസ്തമാകും. ചിങ്കം സാറേ, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പൊ വേഗം റിബൺ കട്ട് ചെയ്യേ. ഓ സോറി ഞാൻ അല്പം എമോഷണൽ ആയി പോയി. ചിങ്കം സാറേ, നിങ്ങളുടെ ബൈക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഫ്രീ ആണ്. വാവ്. താങ്ക് യു. അല്ലെങ്കിലും നിങ്ങൾക്ക് പൈസ തരാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇവന്മാര് ഈ ബൈക്ക് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെങ്ങനെ ഒന്ന് പതുക്കെ ഓടിക്കാൻ പറ്റുക? എന്റെ അമ്മോ. എന്റെ കാറിന്റെ സർവീസ് ഒന്ന് ചെയ്യണം. എന്റെ കാർ പെട്രോൾ കുറെ കുടിക്കുന്നുണ്ട്, ഒന്ന് നോക്കണം. എന്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് ശബ്ദമൊക്കെ വരുന്നുണ്ട്. ശരി, നിങ്ങൾ അവരവരുടെ വണ്ടി ചാവി ഇവിടെ കൊടുത്തിട്ട് പോ. എന്നിട്ട് വൈകുന്നേരം വന്ന് മേടിച്ചോ. പൊളിക്കടുത്തല്ലോ മോട്ടുപത്ലു, ഞാനും നിങ്ങളോടൊപ്പം കൂടാം. കാറ് റിപ്പയർ ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ആ എന്നാ ശരി, വേഗം ജോലി തുടങ്ങ. പൊളിച്ചടുത്തല്ലോ, എല്ലാ കാറ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ ബാക്കിയുള്ള പാർട്സ് ഒക്കെ ഉണ്ടല്ലോ മോട്ടു, അതെവിടെ വെക്കേണ്ടത്? ബാക്കി വന്നതൊക്കെ ഫോൾട്ട് ആണ്. ഈ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക. അത് വിട്ടുകളാ. പൊളിച്ചെടുത്തല്ലോ, താൻ കാറ് റിപ്പയർ ചെയ്യണോ അതോ കാറ് പൊളിച്ചെടുക്കാൻ നോക്കുകയാണോ? നീ അതിനെ കുറിച്ചൊന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോന്ന്. നീ ആരാണ്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്നെ ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ആരിൽ നിന്ന് രക്ഷിക്കാനാ? അതിന് പാര നിന്റെ പുറകെ വരുന്നേ. ബ്ലാക്ക് കോട്ട് ഗ്യാങ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഗ്യാങ് ആണ് എന്റെ പുറകിലുള്ളത്. ആ പോലീസ് ഇൻസ്പെക്ടറും അവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുക. നോക്ക്, അവര് വരുന്നുണ്ട്. ബ്ലാക്ക് കോട്ട് ഗ്യാങ് ഇതാ പോലീസിന്റെ കൂടെ. ചിങ്കം കുറ്റവാളികളുടെ പക്ഷത്താണെന്നോ? ഇത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളപ്പോ നിന്നെ ഒരു ഗ്യാങ് പിടിച്ചോണ്ട് പോവില്ല. വരൂ ഞങ്ങളുടെ കൂടെ. മോട്ടോ, നമുക്കാദ്യം ചിങ്കത്തോട് ചോദിക്കാം എന്താ കാര്യമെന്ന്. നിനക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, പക്ഷെ എനിക്ക് ചിങ്കുമായിട്ട് യാതൊന്നും മിണ്ടണ്ട. കണ്ടില്ലേ, ആ ബ്ലാക്ക് കോട്ട് ഗ്യാങ്ങിന്റെ കൂടെ ഇങ്ങോട്ടാണ് വരുന്നത്. മോട്ടു നിക്ക്. സ്റ്റോപ്പ് മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇയാളെ ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചേക്ക്. നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. എന്റെ ചിങ്കം സാറേ, നിങ്ങൾ നല്ലൊരു ഇൻസ്പെക്ടർ ആയിരുന്നല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ? എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ് അർത്ഥം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? എന്റെ അമ്മോ, എന്നെ കൺഫ്യൂസ് ചെയ്യരുത്. മോട്ടു സാർ സംസാരിച്ചേക്കുന്ന സ്പീഡ് കൂട്ട്. മതി, നിർത്ത്. എനിക്ക് ഇനി ഓടാൻ വയ്യ. നിർത്തൂ പ്ലീസ്. വണ്ടി ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഓ സോറി, ജാക്കി വെച്ചിട്ടുണ്ട്. ചിങ്കം സാറേ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ ജാക്കി ഒന്ന് എടുത്ത് മാറ്റുമോ? നിങ്ങളിൽ എന്ത് പണിയാ കാണിച്ചത്? ഞാനൊരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ടാണ് ജാക്കി മാറ്റിയത്. നിങ്ങൾ ആ നെറ്റ്വർക്ക് ലാലിലെ വെറുതെ വിട്ട് കളഞ്ഞല്ലോ. അയാൾ വലിയൊരു ക്രിമിനലാണ്. ഞങ്ങള് CID ടീം വർഷങ്ങളായി അയാളുടെ പുറകിലാണ്. അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കായിരിക്കും അതിന്റെ പണിഷ്മെന്റ് കിട്ടുക. എന്റെ അമ്മോ, എന്നാ വേഗം നമുക്ക് മറ്റൊരു കാറിൽ കയറി അവന്മാരെ പിടിക്കാം. നീ വളരെ ലക്കിയാണ്. ഈ കാറ് ഞങ്ങൾ ഇപ്പോഴാണ് നന്നാക്കിയത്. നോക്കിക്കോ, ഇത് എന്തുമാത്രം സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾ ഈ
എന്താണ് റിപ്പയർ ചെയ്തേ? 4 ടയറിലെയും പഞ്ചർ ശരിയാക്കി. ദേ അങ്ങോട്ട് നോക്ക്. ഏതോ ഒരു വണ്ടിയുടെ ടയർ ഊരി റോഡിലൂടെ ഉരുണ്ടു പോകുന്നത് കണ്ടോ? ദേ നോക്ക്, രണ്ടാമത്തെ ടയറും പോകുന്നു. വാഹനങ്ങൾ പോലും ഓടാത്ത റോഡിൽ എങ്ങനെയാ ഈ ടയർ മാത്രം വരുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ കാറിന്റെ ടയറാ പോകുന്നത്. മുമ്പിലത്തെ 2 ടയറാന്ന് തോന്നുന്നു ആ പോകുന്നത്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയലിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, എല്ലാവരും പിന്നിലത്തെ സീറ്റിലേക്ക് പോയിക്കോളൂ. രക്ഷപ്പെട്ടു. പുറകിലത്തെ 2 ടയറും കൂടി ഊരിപ്പോയി. നിങ്ങളൊക്കെ എവിടത്തെ മെക്കാനിക്കാ? ഒരു ടയർ ഒരു മര്യാദക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ലേ? എന്ത് പണിയായി കാണിച്ചേ? ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാ? അവരൊക്കെ ഇങ്ങ് എത്തിയല്ലോ. ഞാനൊരു നാടക കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ബാക്കി ഏതാന്ന് വെച്ചാ വേഷം മാറാനുള്ള എല്ലാ സാധനങ്ങളും ഈ ബാഗിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ അവന്മാരെ ഒഴിവാക്കി തരാം. വാവ്, നിങ്ങൾ അടിപൊളി നാടകക്കാരനാണല്ലോ. അമ്മച്ചി, ആരെങ്കിലും ഈ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? 3 പേർ കാറും കൊണ്ട് അങ്ങോട്ട് പോകുന്നു കണ്ടു. Stop in the name of law. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്റെ അമ്മോ! അമ്മച്ചി, എന്റെ വടി എന്നെ തന്നെ തല്ലുന്നുവോ? ഞാൻ പൊക്കോളാം. ഇനി നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കാറ് ഞങ്ങളുടെ ഗാരേജിൽ റിപ്പയറിന് വന്നതാ. ഞങ്ങൾക്ക് ഇത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചിട്ട് ഈ കാറും കൊണ്ട് തിരിച്ചു പോന്നോളാം. നിങ്ങൾ ഈ കാറിന്റെ ടയറിലൊന്നും കൈയൊന്നും വെച്ചിട്ടില്ലല്ലോ അല്ലേ? അല്ലല്ല, ഇത് വളരെ നന്നായിട്ട് തന്നെ സർവീസ് ചെയ്തത്. കണ്ടില്ലേ എത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന ഡോർ എവിടെ പോയി? ഞങ്ങൾ ഇതിന്റെ കഥവ് അഴിച്ച് നല്ലോണം ടൈറ്റ് ചെയ്തതാണല്ലോ. ടൈറ്റ് ചെയ്താലും ലൂസ് ചെയ്താലും പെട്ടെന്ന് പറ. പിന്നെ എന്തൊക്കെ പണിയാ നിങ്ങൾ ഈ കാറിനകത്ത് ചെയ്തേ? വിഷമിക്കണ്ട, ഞങ്ങൾ ഈ കാറിന്റെ എല്ലാ ഭാഗവും അഴിച്ച് ടൈറ്റ് ചെയ്തതാ. കണ്ടില്ല എത്ര സ്പീഡിലാ പോകുന്നത്? നീക്ക് എവിടത്തെ മെക്കാനിക്കാടാ? നീ എന്നെ രക്ഷിക്കാൻ വന്നാണോ അതോ ശിക്ഷിക്കാൻ വന്നാണോ? നിനക്ക് കാരാടാ പണി പഠിപ്പിച്ചാന്ന്? നിങ്ങൾ ഇൻസ്പെക്ടറിന്റെ ബൈക്ക് റിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. എന്തേ, അത് വല്ല റിപ്പയർ ആയോ? പ്രശ്നം മുഴുവൻ എനിക്കല്ലേ? നിങ്ങളെ വിശ്വസിച്ച് ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചില്ലേ? ഇൻസ്പെക്ടർ സാർ, ഇൻസ്പെക്ടർ സാർ, 3 പേർ എന്റെ പേഴ്സ് മോഷ്ടിച്ചോണ്ട് ആ പാറയുടെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ഓ സിസ്റ്റർ, വൈ ഫിയർ വെൻ ചിങ്കം ഇസ് ഹിയർ? ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്കിക്കോളാം. എന്തുപറ്റി? സ്റ്റാർട്ട് ആവുന്നില്ലേ? ഇവിടെ ഞാനൊന്ന് നോക്കട്ടെ. പക്ഷെ ഇന്ന് രാവിലെ ഈ കാർബറേറ്ററിൽ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞതാണല്ലോ. നീയൊക്കെ കൈ വെക്കാത്ത ഏതെങ്കിലും വണ്ടി ഉണ്ടോടാ എനിക്കൊന്ന് രക്ഷപ്പെടാൻ? നീയൊക്കെ കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിക്കപ്പെടാൻ പോവാ. ഇതിനു മുമ്പ് പലവട്ടം ശ്രമിച്ചിട്ടും പോലീസുകാർക്ക് ഈ നെറ്റ്വർക്ക് ലാലിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല, അറിയാവോ? നീ എന്റെ കൂട്ടുകാരനെ തല്ലിയല്ലേ? എന്റെ കൂട്ടുകാരനെ തല്ലിയല്ലേ? സോറി 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 സോറി. വേണ്ട വേണ്ട വേണ്ട.
ചിങ്കം സാറേ ഞങ്ങൾ നട്വർലാലിനെ പിടിച്ചു. മോട്ടു പത്ലു നിങ്ങൾ എന്നാൽ അയലും കുട്ടിക്കൊണ്ട് രക്ഷപ്പെട്ട് കളഞ്ഞത്? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് നെറ്റ്വർക്ക് ലാലാണെന്ന്. അത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവനെ പിടിച്ചത്. ഇവന്മാരോട് എന്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ. മോട്ടു പത്ലു നിങ്ങൾക്ക് രണ്ടുപേർക്കും സർക്കാരിൽ നിന്ന് സമ്മാനം ലഭിക്കും. സമ്മാനമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. ഇവന്മാര് ഞങ്ങളുടെ കാർ ഒന്നുമില്ലാണ്ട് നശിപ്പിച്ച് കളഞ്ഞു, മൊത്തം കോളമാക്കി. നിക്കടാ അവിടെ. ദാ, നിന്നോടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.